ഇന്ന് തിങ്കളാഴ്ച 2024 മെയ് മാസം ഉച്ച കഴിഞ്ഞ സമയം, അതായത് ഇന്ന് 12-ാം തീയതി. അങ്ങനെ പതിവ് പോലെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അൽനാദയിൽ നിന്ന് ചെറിയ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വേഗം വന്നിട്ട് നമ്മുടെ അൽവഹദ റോഡിൽ നിന്ന് റിംഗ് റോഡിലേക്ക് പോകുന്ന റോഡിലേക്ക് വന്ന് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ കയറിപ്പോകാനുള്ള പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്പീഡായിട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നത്, കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്. ഇവിടെ നിന്ന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ സ്പീഡായിട്ട് പോകാൻ പറ്റി. ഈ പരമാവധി ഈ റോട്ടിൽ വന്ന് കയറും മിക്കവാറും ദിവസങ്ങളിലെ സ്പീഡ് കൂട്ടിയിട്ടാണ് പോകാറ്. കാരണം ഇവിടെ അധികം ബ്ലോക്കുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ അല്ലാതെ പാർക്കിൻ്റെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത്. കാരണം വൈകുന്നേര സമയം കൊണ്ടും ഒരുപാട് സ്കൂൾ കുട്ടികളെ കൊണ്ട് നിറക്കാനുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് സ്കൂൾ ബസ്സിനെ ഒരിക്കലും ഓവർടേക്ക് ചെയ്ത് പോകാൻ സാധിക്കില്ലല്ലോ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ 3000 ദിർഹംസൊക്കെയാണ് ഫൈൻ വരുന്നത്. ചില സാഹചര്യങ്ങളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ നമുക്ക് നേരത്തെ കിട്ടിയ ഫൈൻ മതിയോ, ഇനി വേണോ എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മഴ പെയ്ത സമയത്ത് ഈ ഭാഗത്ത് ഇഷ്ടംപോലെ വെള്ളം കിടന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് അപ്പുറത്തെ ദുബായും ഇപ്പുറത്തെ ഷാർജ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്ന. വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ്. അപ്പുറത്തെ പോസ്റ്റ് നിൽക്കുന്ന സ്ഥലമൊക്കെയാണ് ദുബായ്. അത് കഴിഞ്ഞ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ ബോർഡർ. പിന്നെ ഇപ്പുറത്താണ് ഷാർജ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഏകദേശം ബോർഡറിൽ തന്നെയാണ്. ദുബായിലെയും ഷാർജയിലും ബോർഡറിലാണ് നമ്മൾ താമസിക്കുന്നത്. അൽനാദയിൽ ഇപ്പോൾ അൽനാദ 2 ഭാഗത്തുണ്ട്, ദുബായിലുണ്ട്, അതുപോലെ ഷാർജയിലുണ്ട്. ദുബായിൽ അൽനാദ 2, അൽനാദ 1 ഇപ്പുറത്ത്. അപ്പോൾ അങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം നമ്മുടെ മൊബൈലൊക്കെ ചൂടാകാനുള്ള സമയമൊക്കെ. നമ്മുടെ മൊബൈലിനുള്ള ഏറ്റവും വലിയ പ്രശ്നമുള്ള മൊബൈൽ ചൂടാകുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് കിസിസിലേക്ക് പോകാം. റൈറ്റ് സൈഡ് കയറി പോയി കഴിഞ്ഞാൽ കിസിസി നെയ്ച്ചോറ് കടയൊക്കെ ഇല്ലേ, ആ ഭാഗത്തേക്ക് ചെന്ന് കയറാം. അതുകൂടാതെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കാറ്റിൽ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് എത്താം. പിന്നെ നമ്മൾ റിംഗ് റോഡിലേക്ക് എത്തേണ്ട വഴി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം ട്രാഫിക് ആയി തുടങ്ങി. ഇത് എല്ലാ ദിവസത്തെയും ഒരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 ട്രാക്കിൽ വണ്ടി വരും. ആ 3 ട്രാക്കിലുള്ള വണ്ടികൾ മൊത്തം ഷാർജയ്ക്ക് കയറി ആ റിംഗ് റോഡിലേക്ക് കയറി ഷെയ്ഖ് ബിൻ സായിദ് റോഡിലേക്ക് പോകുന്ന വണ്ടികളാണ്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യും, അവരെല്ലാവരും ദുബായിക്ക് പോകുന്ന വണ്ടിയുടെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ റൂട്ടിന് മുന്നിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരുപാട് വണ്ടികൾ കയറിയും ഇറങ്ങിയും അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇച്ചിരി റിസ്ക്കാണ്. എന്തായാലും നോക്കി വണ്ടി പിടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാം. വണ്ടി അധികം ഗ്യാപ്പിട്ട് കഴിഞ്ഞാൽ അടുത്ത വണ്ടി കുത്തിക്കയറ്റി അങ്ങനെ അവർ കൊണ്ടുപോകും. ഈ മഴ പെയ്ത സമയത്ത് ഈ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളം. നമ്മൾ വീഡിയോ കണ്ടോ, അതൊക്കെ അറിയാം. ഇഷ്ടംപോലെ വെള്ളം കിടന്ന സ്ഥലമാണ്. കടൽ പോലെ വരുമായിരുന്നു. നമുക്കിന്ന് ഈ ഫസ്റ്റത്തെ 1, 2, 3 ട്രാക്കിൽ പോകാൻ പറ്റില്ലായിരുന്നു. ഒരൊറ്റ ട്രാക്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളതൊക്കെ റിക്കവർ ചെയ്ത് അതൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മൾ അന്ന് ഡ്യൂട്ടിക്ക് പോയി എന്നുള്ളതാണ്. അതായത് 18-ാം തീയതി ഏപ്രിൽ മാസം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ ഒരു റിക്കവറി വണ്ടിയിൽ ഒരു വണ്ടി കയറ്റി വെച്ചിട്ട് അവിടെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന പാകിസ്ഥാനികളൊക്കെ കണ്ടു. അങ്ങനെ യാത്ര തുറന്നു. നമ്മുടെ റിംഗ് റോഡിൽ കഴിഞ്ഞ് നമ്മുടെ ദുബായിലേക്ക് ചെന്ന് കയറുകയാണ്. ഈ പാലത്തിനിപ്പുറത്ത് ദുബായി ആയിട്ടോ ഉണ്ട്. ഈ പാലത്തിനിപ്പുറത്ത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദുബായി ആയി. അങ്ങനെ യാത്ര തുടരുകയാണ്.